നമസ്കാരം. ഈ സ്ഥലത്ത് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ മലയാളികൾ വീണ്ടും ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്ന സ്ഥലമാണ്, മണ്ണാണ് അല്ലേ? KWൻ്റെ കാർണിവൽ, അതായത് 30-ാം തീയതി അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സാരഥികളാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അവരെ കനേഡിയൻ മലയാളിയുടെ ശബ്ദം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. അപ്പോൾ എന്താണ് കാർണിവൽ വിശേഷം? കാരണം കാർണിവൽ കാനഡയിൽ ഇപ്പം മലയാളികളുടെ സീസൺ 2 പോയേക്കുന്ന കാർണിവൽ KW മലയാളീസിൻ്റെ കാർണിവലാണ് അല്ലേ? അപ്പോൾ പറയൂ റെനിലെ, എന്താണ് വിശേഷങ്ങൾ? ഇല്ല, നമ്മളിനി ഓഗസ്റ്റ് 30-നാണ് പ്രോഗ്രാം വെച്ചിട്ടുള്ളതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ശനിയാഴ്ചയാണ്. രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെ നിൽക്കാതെ പ്രോഗ്രാമുകളാണ്. അതിലൊരു ഇടവേളയും കാര്യങ്ങളൊന്നുമില്ല. ഇല്ല, കണ്ടിന്യൂസ് പ്രോഗ്രാമുകളാണ്. അതല്ലേ? അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം ഏകദേശം 3500-ഓളം പേരാണ് നമ്മൾ KW കാർണിവല് പങ്കെടുക്കേണ്ടായി. അപ്പോൾ ഇപ്രാവശ്യം അതിൽ കൂടുതൽ പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ഒരുപാട് പ്രോഗ്രാമുകൾ, വെറൈറ്റി പ്രോഗ്രാംസുകൾ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം തന്നെ എല്ലാവരും, ഇപ്പോൾ വർക്ക് പെർമിറ്റ് ഉള്ളവരായാലും ശരി, സ്റ്റുഡൻസ് ആയാലും ശരി, ഫാമിലി ആയിട്ടുള്ളവർ ആയാലും ശരി, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഇവിടെ വന്നു കഴിഞ്ഞാലും അവർക്ക് എൻജോയ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്താണ് KW മലയാളി ഹെൽപ്പ്? മലയാളി ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ എമിഗ്രൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, സ്റ്റുഡൻസായി വരുന്നവർ, അതുപോലെ വർക്ക് പെർമിറ്റ് ആയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തൊരു ഓർഗനൈസേഷനാണ്. 2019 മുതൽ കോവിഡ് സമയത്ത് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റി. അപ്പോൾ അന്ന് മുതലാണ് നമ്മൾ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് അറിയിക്കാൻ തുടങ്ങി. മറ്റേ ഒരു അതെ, അധികം അല്ല, എനിക്ക് ഏറ്റവും സന്തോഷം എന്നാ അറിയോ, നിങ്ങൾ ആ കാനഡയിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു ഓർമ്മയിൽ ആദ്യമായിട്ടാണ് $5 ഓണസദ്യ കൊടുത്തത്. അപ്പം ഞാൻ റെനിലിനോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അന്ന്, നമ്മൾ പേഴ്സണലായിട്ട്, റെനിലെ എന്തിനാ എന്നാൽ ഫ്രീ ആയിട്ട് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ റെനിൽ പറഞ്ഞ ആൻസർ എന്താ? ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചെറിയൊരു കമ്മിറ്റ്മെന്റ് എപ്പോഴും വേണം. ഫ്രീ ആയിട്ട് ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അന്ന് കൊടുത്ത് അതെ വിഷയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഒരുപാട് വരും, പക്ഷെ അവരൊന്നും വരാതിരിക്കും. അപ്പോൾ ഒരു ചെറിയൊരു എമൗണ്ട്, ഒരു $5 വെച്ചതാണ്. തീർച്ചയായും. അല്ല, അതാണ് KWൻ്റെ ഒരു എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം. 2, നിങ്ങളുടെ ഒരു ഇൻസ്പിറേഷൻ. നമ്മൾ ആ വർഷം അവസാനം ഫ്രീ ആയിട്ട് നമ്മളൊക്കെ ഫ്രീ ആയിട്ട് അല്ല, എല്ലാവരും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യട്ടെ. കാരണം ഇപ്പൊ എല്ലാവരും ഓണപരിപാടിക്ക് $30 $40 ഒക്കെ മേടിക്കുമ്പോൾ $5 നടത്താമെന്ന് നമ്മൾ കാണിച്ചു കൊടുത്തു. എല്ലാവരും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്ക്. ഇപ്പൊ ആര് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എതിർപ്പില്ലല്ലോ. അതെ, എല്ലാവരും ചെയ്യണം. നമ്മുടെ വഴിയിലൂടെ വരട്ടെ. അതെ, ഗാന്ധിജിയുടെ മാർഗം. അപ്പൊ നമുക്ക് ഇവരോടുകൂടെ ചോദിച്ച് റെനിലോട് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആരാ ഈ നമ്മുടെ കാർണിവലിന്റെ? നിതിനും അനു. ദൈവം സഹായിച്ച് ആ സഹോദരൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. കാരണം ഇതിനു മുമ്പ് എല്ലാം അവനായിരുന്നു നമ്മുടെ കൂടെ അല്ലെ? നമ്മൾ രണ്ടുപേരും 3 പേരും കൂടെ ആയിരുന്നു കഴിഞ്ഞ വർഷം കാര്യങ്ങൾ പറഞ്ഞത്. അപ്പം ഇപ്പം അതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാളല്ലേ? എന്നാ പറഞ്ഞു, എന്താണ് വിശേഷങ്ങൾ കാർണിവലിന്റെ? അപ്പം ലാസ്റ്റ് ഇയറിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈവൻ വന്ന ആൾക്കാരും വളരെ വലിയ ഹാപ്പി ആയിട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. സോ അതേ എക്സ്പെക്ടേഷൻസിൽ കൂടുതൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പുതിയ പ്രോഗ്രാംസും പുതിയ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു കാർണിവൽ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഒരു ബ്രേക്കും കാര്യങ്ങളില്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവന്റ്സ് നമുക്ക് ഇപ്രാവശ്യം ഉണ്ട്. ഇൻക്ലൂഡിങ് വടംവലി ആവട്ടെ, പിന്നെ വേറെ കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള ഡാൻസ് പ്രോഗ്രാംസ് ആവട്ടെ, അതെല്ലാം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ വി ആർ കോൺഫിഡന്റ് ദാറ്റ് എല്ലാവരും എൻജോയ് ചെയ്യും. കഴിഞ്ഞ വർഷത്തെ ഫീഡ്ബാക്ക് എന്തെങ്കിലും എടുത്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും തിരുത്താൻ വല്ലതും ഉണ്ടായിരുന്നോ? അതെയോ അതിനേക്കാളും ഇതേപടി ഇച്ചിരി പൊക്കോളം പറഞ്ഞിട്ടുണ്ടോ?
ആൾക്കാരുടെ ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നു? ഫീഡ്ബാക്ക് എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഫസ്റ്റ് ടൈം നടത്തുന്ന കാർണിവൽ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വരുന്ന ആൾക്കാർക്ക് അത്ര വലിയ എക്സ്പെക്ടേഷൻസിലായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നതിന് ശേഷം ഇത്തവണ ഈവൻ ലാസ്റ്റ് ഇയർ അറ്റൻഡ് ചെയ്ത ആൾക്കാർ പാർട്ടിസിപ്പന്റ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവാതിരയ്ക്കും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. സോ വി തിങ്ക് ദാറ്റ് അത് നമ്മുടെ ലാസ്റ്റ് ഇയർ വന്നൊരു കാർണിവലിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ കാർണിവലിന്റെ സർപ്രൈസ് ആയിട്ടുള്ള ഏറ്റവും ഹിറ്റ് എന്തായിരിക്കും? ഇതിനകത്ത് എന്തോ മെഗാ തിരുവാതിര ഉണ്ടെന്നോ വടംവലി മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, വടംവലി ഇവിടെ ചോദിക്കാം. ഇത് ശരത്തെ, ഇതിനകത്ത് മല്ലൻ ഗുസ്തിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് വടംവലി മത്സരം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് അത്? സത്യം പറഞ്ഞാൽ KW കാർണിവൽ കുറെ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും എന്ന് പറയുന്നത് നമ്മുടെ മെഗാ തിരുവാതിരയാണ്. 150 പേരോളം സ്ത്രീകൾ വരുന്ന മെഗാ തിരുവാതിര. അത് കൂടാതെ ഒരു മെയിൻ ഐറ്റം ആണ് വടംവലി എന്ന് പറയുന്നത്. ഒരു ടീമിൽ 6 പേരാണ് വടംവലിക്കുള്ളത്. ചെറിയ വലിയ അത് തന്നെ. എന്നാൽ ഏകദേശം ഒരു 4-5-6 ടീമുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് തുടങ്ങുന്നത് നമ്മൾ വടംവലി എന്നാണ്. അപ്പം അതാണ് രണ്ടാമത്തെ ഒരു മെയിൻ ഐറ്റം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ റിലേറ്റനോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഞാൻ 2022 മെയ്യിലാണ് ഇവിടെ എത്തിയത്. എത്തിക്കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നാട്ടിൽ ഒരുപാട് കോർഡിനേറ്റ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ് ജോലി പിന്നല്ലാതെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഒരു ബിസി ലൈഫായിരുന്നു. അതിനിടയ്ക്ക് ഇങ്ങനൊരു പരിപാടിയിൽ ഓർഗനൈസറായിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. മനസ്സിനൊരു സന്തോഷമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരെടുത്ത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞ വട്ട പരിപാടി നടത്തിയതിനു ശേഷം പിന്നെ ഓരോ എവിടെയെങ്കിലും ചെല്ലുമ്പോഴത്തേക്കും ആൾക്കാർ കാണുമ്പോഴത്തേക്കും ഇവിടെ പരിപാടി ഇല്ലേന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വട്ടം 2500 പേരോളം വന്ന ഒരു പ്രോഗ്രാമാണ്. എന്തായാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വട്ടം അതിൽ കൂടുതൽ ആൾക്കാർ വരും. കാരണം കുറെ പേര് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയ സ്ഥലത്താണ്. അതാണ് ഈ സ്ഥലം ഇപ്പൊ കാണുമ്പോഴത്തേക്കും ഓഗസ്റ്റ് 30 ഇവിടെ നിറയുമെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷമുണ്ട്. അതെ, അത് കൊള്ളാം. അപ്പം നമ്മുടെ ജിഷ്ണുവിനോട് ചോദിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ. ജിഷ്ണു, അപ്പൊ നീയാണ് ഈ ലോകം മുഴുവൻ ഈ സാധനം എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് അല്ലേ? എത്തിക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പൊ നീയാണ് എനിക്ക് ടാഗ് ഒക്കെ ചെയ്ത് അയച്ചു തരുന്നത്, അതെയോ നമ്മുടെ ചാക്കയാണോ? ടീംസ് എല്ലാരും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സോഷ്യൽ മീഡിയയിൽ തരംഗം തന്നെയാണ് അല്ലേ? വെറൈറ്റി ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്യാൻ നോക്കുന്നു. അപ്പൊ എന്റെ മാത്രമല്ല, അത് മൊത്തം ടീമും സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തിരുവാതിരയാണെങ്കിൽ ഓരോ നമ്മൾ കോർഡിനേറ്റേഴ്സിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവര് എല്ലാവരും വിളിച്ച് ആ സമയത്ത് നമ്മളെല്ലാവരും ഫ്ലെക്സിബിൾ ടൈം നോക്കിയിട്ടാണ് നമ്മൾ പോയി ആ വീഡിയോസും സാധനങ്ങളും ഒക്കെ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ എഡിറ്റിങ്ങും സാധനങ്ങളും എല്ലാം നമ്മൾ പ്രോസസ് ചെയ്യും. നമ്മൾ കുറച്ച് ചില സമയത്ത് ടൈം ഡ്യൂറേഷൻ ഭയങ്കര കുറവാണ്, നമ്മൾ ഇരുന്ന് ചെയ്തിട്ടുണ്ട്. ബട്ട് എല്ലാവരും കാണുമ്പോൾ നമ്മുടെ ഫേസും പിന്നെ നമ്മൾ ചെയ്യുന്നതും വെച്ച് ആൾക്കാർ കാണുമ്പോൾ അവർക്കും ഈസിലി റെക്കഗ്നൈസബിൾ ആവുന്നുണ്ട് നമ്മൾ KW കാർണിവൽ. അപ്പം നമുക്ക് പറയാനാണെങ്കിലും ലൈക്ക് ഇങ്ങനെ ഒരു ഇവന്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കാണിച്ചു കൊടുക്കും, ഡയറക്റ്റ് ആയിട്ട് അവരെ പേജിലേക്ക് ഫോളോ ചെയ്യിപ്പിക്കും. അപ്പോൾ അവർക്കും മനസ്സിലാവും, ഓക്കെ ഇതാണ് നമ്മൾ ലാസ്റ്റ് ടൈം നടത്തിയ ആൻഡ് ഈ വർഷം ഇങ്ങനെയൊക്കെയാണ് നമ്മളത് പ്രൊജക്ട് ചെയ്തേക്കുന്നതെന്ന് നമുക്ക് തന്നെ ഒരു വിഷ്വലി ഒരു സസ്പെൻസ് ഉണ്ട് അതിൽ. പക്ഷെ മോർ ദാൻ ദാറ്റ് അത് അവർ ഡയറക്റ്റ് ആയിട്ട് വന്ന് കാണുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അതിനെ കുറച്ചും കൂടെ ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ആയിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയസിലും. ഓക്കെ, അതായത് നമ്മൾ ഇന്ന് വരെ റെനിൽ എങ്ങനെ റീൽസിലൊന്നും വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഈ പ്രാവശ്യം തലയുടെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞ് റെനിലും വന്നിട്ടുണ്ട്. അത് കൊള്ളാം നിങ്ങളുടെ ഐഡിയാസ്. ഇതിന്റെ ഒപ്പം വന്നു കഴിയുമ്പോൾ നമ്മളും പ്രായം കുറയുള്ളൂ. അതെ, അത് ശരിയാ. അപ്പം മൊത്തത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കളറാണ്, കാർണിവൽ മൂഡാണ് അല്ലെ? ഓണം മൂഡ് പറഞ്ഞാൽ കാർണിവൽ മൂഡ്. നമ്മുടെ പ്രോഗ്രാം സ്ഥലത്ത് എന്തൊക്കെയാ? അതെ, ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. വടംവലി, മെഗാ തിരുവാതിര, പിന്നെ സാമ്പ ഡാൻസ്, പിന്നെ ബെല്ലി ഡാൻസ്, പിന്നെ DJ ഉണ്ട്. പിന്നെ അത് കൂടാതെ ശിങ്കാരിമേളം മെയിൻ ഐറ്റമാണ്. ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഒരു ശിങ്കാരിമേളം ഉണ്ട്. അത് അവരാണ്. പിന്നെ അതുകൂടാതെ തിരുവാതിരയ്ക്ക് അവരിറങ്ങി വരുന്ന തന്നെ ശിങ്കാരിമേളത്തോടു കൂടിയാണ്. അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. കളറായിരിക്കും, കളർഫുൾ ആയിരിക്കും. പിന്നെ ഡാൻസ് കോമ്പറ്റീഷൻ ഉണ്ട്. ഡാൻസ് കോമ്പറ്റീഷൻ ഏതാ? കുട്ടികളുടെ അല്ലേ? കുട്ടികളുടെ. പിന്നെ അല്ലാതെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാൻ വേണ്ടിയിട്ട്
കാരണം യൂഷ്വലി ഇപ്പൊ ഓണ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ കുട്ടികൾ പൊതുവെ ലെഫ്റ്റ് ഔട്ട് ആയിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവാറുണ്ടല്ലോ, നമ്മളെ പോലെ അവർ എൻജോയ് ചെയ്യാറില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവര് പെട്ടെന്ന് വീട്ടിലും പോകും. അതെ അതെ അതെ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയർ നമുക്ക് ഉണ്ടായിരുന്ന ബൗൺസിങ് കാസിൽ, അപ്പൊ ഇത്തവണയും നമുക്ക് സ്പൈഡർമാന്റെ ബൗൺസിങ് കാസിൽ ഉണ്ട്. സോ കുട്ടികളും ഹാപ്പി ആവട്ടെ. തീർച്ചയായും അവര് ഹാപ്പി ആയാലല്ലേ തലമുറ പിന്നെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് കുട്ടികളെ ഒരു സൈഡിലാക്കാം. അതെ അതെ, എൻജോയ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 4-5 ഒരു 10 കൊല്ലം കഴിഞ്ഞ പിന്നെ കാർണിവൽ നിർത്തേണ്ടി വരും. പിന്നെ അടുത്ത തലമുറ കൈയ്യെടുക്കണം. അതെ അതെ, അത് ശരിയാ. അപ്പം എന്നാ അപ്പൊ സ്പോൺസേഴ്സ് ഒക്കെ എങ്ങനെയാ? സ്പോൺസേഴ്സ് പറഞ്ഞാൽ സ്പോൺസേഴ്സ് ഇല്ലാതെ ഈ പരിപാടി നടക്കില്ല, ഒരു പരിപാടി നടത്താൻ പറ്റത്തില്ല. ഒരു പരിപാടി നടത്താറില്ല. അപ്പോൾ കനേഡിയൻ ഹോം മനോജ് കരാത്തിയാണ് നമ്മളെ മെയിൻ സ്പോൺസർ. കഴിഞ്ഞ വർഷം അദ്ദേഹമായിരുന്നല്ലോ. അതെ, കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു നല്ലൊരു സപ്പോർട്ട് ഇതിനുണ്ട്. തീർച്ചയായും. പിന്നെ രഞ്ജു കോശി മോർഗേജ് ഏജന്റ്, അദ്ദേഹം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റുള്ള കുറെ സ്പോൺസേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു ഗംഭീരമാക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ ആത്മവിശ്വാസവും. അതെ, ആത്മവിശ്വാസം ഒരുപാടുണ്ട്. അത് മാത്രമാണ് ആകെ ഇത് ആലോചിച്ചപ്പോ അല്ലെങ്കിലും റെനിൽ എന്ന് പറഞ്ഞ ഒരാള് ആത്മവിശ്വാസം മറ്റുള്ളവർക്ക് കൊടുക്കാൻ മിടുക്കരാ. ഞാൻ അത് പുള്ളിയെ കുറിച്ച് ഞാൻ ഇത് പുകഴ്ത്തി പറഞ്ഞല്ല, പുള്ളിയുടെ നല്ലൊരു പോസിറ്റീവ് പറഞ്ഞ. നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടെ എന്നെ ഇടിക്കാൻ. പക്ഷെ നെഗറ്റീവ് ഒന്നും ഞാൻ ഒത്തിരി കേട്ടിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഒരു പോസിറ്റീവ്, കൂടെ നിൽക്കുന്നവരെ ഈ സൂര്യൻ നിൽക്കുന്നില്ല പ്രകാശം, അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഈ വെണ്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ അവൈലബിളാ? 40ഓളം ഓണം വരുന്നേ ഉള്ളൂ, അതുകൊണ്ട് പർച്ചേസിങ്ങിനൊക്കെ എല്ലാം ഉണ്ട്. ഇപ്പോൾ 40ഓളം വെൻഡേഴ്സ് ഉണ്ട് നമുക്ക്. അതായത് ഓണത്തിന് മുണ്ട് പഠിക്കണമെങ്കിൽ ഇവിടെ വരാം, ജുബ്ബ പഠിക്കണമെങ്കിൽ വരാം, ജ്വല്ലറി പഠിക്കണമെങ്കിൽ വരാം, അരി അടക്കമുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടും. അതുകൊണ്ട് സാധനങ്ങളുണ്ട്. അതല്ലേ, ആകെ ഇങ്ങോട്ട് മാത്രം വന്നാൽ മതി. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓണം പർച്ചേസ് വേറെ വേണ്ട. കാർഡ് കൊണ്ടുവരണമായിരിക്കുമല്ലോ അല്ലേ? അത് ഇതിന്റെ ഒരു ഭാഗമാണല്ലോ. അതെ അതെ, അത് ശരിയാ. പിന്നെ നമ്മൾ ഇവന്റ് പറഞ്ഞാൽ ഫ്രീ എൻട്രി ആണ്. ഒരാളുടെ പാർക്കിംഗ് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഇവിടെ, മനസ്സിലായില്ലേ? ആര് വന്നാലും അവർക്കെല്ലാം പാർക്കിംഗ്, എത്ര പേര് വന്നാലും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതെപ്പോഴാ തുടങ്ങുന്ന എപ്പോഴാ? 11 മണിക്ക്. രാവിലെ 11 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 9 മണി വരെ. 9 DJ ആണോ അതോ 9 ക്ലോസ് ചെയ്യോ? അല്ല, 9 മണിക്ക് പരിപാടി അവസാനിപ്പിക്കും. നമ്മൾ ഏത് പരിപാടിയാണ് ആദ്യം, ഏത് പരിപാടിയാണ് ലാസ്റ്റ് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യുന്നില്ല. അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, സാധാരണ ഒരു 9 മണിക്ക് തീരുവോ DJ ആണല്ലോ, അങ്ങനെ തീർക്കുന്നോണ്ട് ചോദിച്ചെന്നുള്ളൂ കേട്ടോ. DJ ആയിരിക്കും ലാസ്റ്റ് പ്രോഗ്രാം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരുപാട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് രാവിലെ തൊട്ട് ഇവിടെ കാണണം. അത് കലക്കി. അപ്പൊ പ്രോഗ്രാമിൽ ലിസ്റ്റ് ഇല്ല? പ്രോഗ്രാമിൽ ലിസ്റ്റ് ഉണ്ട്, പക്ഷെ സമയമില്ല. അപ്പൊ ക്ഷീണം വരുമ്പോ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അപ്പൊ കംപ്ലീറ്റ് ഫുഡ് വെൻഡേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാ ഫുഡും അവൈലബിൾ ആണ്. പൊറോട്ടയിലും പഴംപൊരി ആയാലും ബീഫ് ആയാലും എല്ലാം ഉണ്ട്. അപ്പൊ ആ റീൽസ് കാണിച്ച പൊറോട്ടയും ചായയൊക്കെ ഇവിടെ കാണുമോ? എല്ലാം സെറ്റാണ്. അതല്ലേ, നമ്മളെ പ്രോഗ്രാം എല്ലാം റെഡിയാണ്, സെറ്റാണ്. വരിക. എനിക്ക് തോന്നുന്നത് നിങ്ങൾ സെറ്റാണ്. ഈ പ്രോഗ്രാം ചെയ്യുന്നവര് എനിക്കറിയുന്ന പലരും ഉണ്ട്, അവര് സെറ്റായിട്ട് നിൽക്കുക. എങ്ങനെയെങ്കിലും ഈ ഡേറ്റ് ഒന്നും ആവുമായിരുന്നേ വന്ന് സ്റ്റേജിലോട്ടൊന്ന് കേറുന്നത്. അതെ, കുറെ കുട്ടികൾ കാരണം ഇതിന്റെ ബാക്കിൽ ഒരുപാട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്കൊക്കെ ഒരു വേദിയാണ്. ആരെങ്കിലും വിശിഷ്ട അതിഥികൾ വല്ലവരും ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. കിച്ചണർ വാട്ടർ ഏരിയയിലെ എല്ലാ MP-മാരുണ്ട്, MPP-മാരുണ്ട്, അതുപോലെ കിച്ചണർ മേയറുണ്ട്, കാംബ്രിഡ്ജ് മേയറുണ്ട്. കൂടാതെ നമുക്കൊരു കേന്ദ്രമന്ത്രി കൂടി ഏകദേശം സെറ്റാണ്, വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേന്ദ്രമന്ത്രി എന്ന് ഉദ്ദേശിച്ചത് ഇന്ത്യയിലെയാണോ ഇവിടത്തെയാണോ? ഇവിടെയും കേന്ദ്രം. പെട്ടെന്ന് കേന്ദ്രമന്ത്രി. സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റാണ്, സൗണ്ട് നമ്മുടെ കാരണം അവര് കാർണിവൽ കഴിഞ്ഞ വർഷത്തെ കൊച്ചിൻ കാർണിവലൊക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, അതും സെറ്റാണ്. അപ്പൊ ഇനി മൈക്കും ഇതും കിട്ടിയാൽ മതി പരിപാടി തുടങ്ങാൻ ആൾക്കാർ. അത്രയും സെറ്റ്. ഞങ്ങളെല്ലാം സെറ്റാണ്. നിങ്ങളെല്ലാം സെറ്റാ, നമ്മളും സെറ്റാ. ഇനി
വരാനുള്ള ആൾക്കാർ കൂടി സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം അല്ല ഒരു 90% റീലൊക്കെ കണ്ട സ്ഥിതിക്ക് ആൾക്കാർ വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ല ആൾക്കാര് എന്തായാലും പ്രോഗ്രാമിൽ നല്ല ഉണ്ടാവും. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ എന്തായാലും വരും. അതിൽ ഞങ്ങൾക്ക് സംശയമില്ല. അല്ല അത് എനിക്കും സംശയമില്ല. കാരണം കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നില്ലായിരുന്നു, ഈ പ്രാവശ്യം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒരാൾ കൂടിയില്ലേ വരാത്തവര്. കഴിഞ്ഞ ആഴ്ച അല്ല അങ്ങനെയല്ല, കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അത് ഇവർക്ക് നിങ്ങൾക്കും അറിയാം. അത് നമ്മൾ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റിൽ പോയതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും നിങ്ങൾ പൊളിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് $5 ഒക്കെ ഓണസദ്യ നമ്മൾ പോകുന്നുണ്ടായിരുന്നല്ലോ. ഇത് കഴിഞ്ഞ പ്രാവശ്യം കാർണിവൽ കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടായിരുന്നു, അതിന് ഞാനും വന്നായിരുന്നു. ഈ പ്രാവശ്യം ഉണ്ടോ? ഇല്ല, ഈ പ്രാവശ്യം നമ്മൾ ഓണസദ്യ ആയിട്ട് വേറൊരു ഓണാഘോഷ പരിപാടി നടത്തുന്നില്ല. കാരണം അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഏറെണ്ട് ഒരു 100-350 പേർക്കൊക്കെയാണ് ആ ഒരു ഓണസദ്യയിൽ പങ്കെടുക്കാൻ പറ്റിയത്. അതെ അതെ, സക്സസ് ആയിരുന്നു. സക്സസ് ആണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങളൊരു തോന്നൽ പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവർക്ക് അത് എത്തുന്നില്ല. അല്ല, അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്രാവശ്യം ഫുഡ് ബാങ്കിനായിട്ട് ടൈപ്പായിട്ട് നമ്മളൊരു ഡൊണേഷൻ അവർക്ക് കൂടി കൊടുത്തിട്ട് എല്ലാവർക്കും, അതായത് പാവപ്പെട്ടവർക്ക് ഫുഡ് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം ഫുഡ് ബാങ്കുമായിട്ട് സഹകരിച്ചാണ്. അതെ, സെപ്പറേറ്റ് സദ്യ. അതെ, ഈ കാർണിവലിൽ മാത്രം ഒതുക്കിയിട്ട് പിന്നെ നമ്മൾ ഫുഡ് ബാങ്കിന് ഡൊണേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. കൊള്ളാം, വളരെ നല്ല കാര്യം. അപ്പോൾ ഓരോ വർഷവും KW ഹെൽപ്പ് എന്നുള്ള രീതിയിലേക്ക് ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇൻക്രീസ് ചെയ്യുക. നമ്മളൊരു മെയിൻ ഉദ്ദേശം ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇതേപോലെ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ KW കാർണിവലിൻ്റെ പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഫുഡ് ബാങ്കിന് ഡൊണേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ നോൺ പെരിഷബിൾ ഐറ്റംസായ കുറച്ച് ഐറ്റംസ് എന്തെങ്കിലും കയ്യിൽ വെച്ചിട്ട് വരിക. അപ്പോൾ അത് നമുക്ക് ഫുഡ് ബാങ്കിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. നമ്മൾ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുമ്പോൾ വേറെ കുറച്ച് ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് കൂടി നമുക്ക് ആഘോഷിക്കാം ഈ ഓണം. തീർച്ചയായും ഈ പ്രാവശ്യം KW കാർണിവല് വളരെ വ്യത്യസ്തവും കാനഡ തന്നെ സെക്കൻഡ് 02 അല്ലേ 0.2 വേർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ വെറൈറ്റികളാണ്. കാരണം ചെയ്യുന്ന പ്രോഗ്രാം വളരെ സക്സസ് ആക്കിക്കൊണ്ട് ആണ് KW ഇന്ന് വരെ പ്രോഗ്രാം ചെയ്തേക്കുന്നത്. അപ്പം KW കാർണിവലിന് എല്ലാവരും വരിക. ഇപ്പോൾ എനിക്കറിയാം ടൊറോണ്ടോയിൽ നിന്നും ഒഷാവയിൽ നിന്നും ലണ്ടനിൽ നിന്നും നയഗ്രയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുടെ കാര്യം എനിക്കറിയാം. അതുപോലെ എല്ലാവരും വരിക, അടിച്ച് പൊളിക്കുക അല്ലേ. അപ്പം എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക്? എല്ലാവരും എല്ലാവരും ഒന്ന് ക്ഷണിക്കാലോ നമുക്ക്. അപ്പോൾ ക്ഷണിച്ചോ, ഒരു ഫീമെയിൽ അങ്ങ് ക്ഷണിച്ചോട്ടെ. അതെ, അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞ പോലെ August 30 ഫ്രം 11 to 9 ആണ് നമ്മുടെ കേംബ്രിഡ്ജിൽ നമ്മുടെ KW കാർണിവൽ സെക്കൻഡ് ഇയർ നമ്മൾ നടത്താൻ പോകുന്നത്. സോ എല്ലാവരും വരണം. ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ എല്ലാ ഇവൻറ്റ്സും എല്ലാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സോ ഇത്തവണത്തെ ഓണവും നമുക്ക് ഒരുമിച്ച് തന്നെ ആഘോഷിക്കാം അല്ലേ. തീർച്ചയായും. അതുപോലെ ഒരു കാര്യം പറയാനുള്ളത് ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമാണ്. അതായത് KW ഹെൽപ്പ്, മലയാളി ഹെൽപ്പ് എന്ന് പറയുന്നത് പുതിയ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ബാഡ്ജുള്ള ആൾക്കാരെയൊക്കെ വന്ന് പരിചയപ്പെടുക അല്ലേ, നമ്മുടെ KWന്റെ കൂടെ കൂടുക. അതിനാണ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞ അങ്ങനെ പല ആൾക്കാർ ഇതുണ്ട്. ഇദ്ദേഹം പറഞ്ഞ കാര്യം തന്നെ അതാണ്. പല ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, പലരും ചോദിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ മലയാളികൾക്ക് അങ്ങനെ ഒളിച്ചിരുന്നൊരു ശീലമില്ല. കാരണം ഒളിച്ചിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് നമ്മുടെ കഴിവുകളും അല്ലെങ്കിൽ നമുക്ക് ഒരാളോട് അല്ലെങ്കിൽ 10 പേരെങ്കിലും കമ്പനി കൂടാതെ നമുക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മലയാളിയുടെ ഒരു സത്യമാണ്. അപ്പം ഇങ്ങോട്ട് പോരെ, റെഡി അല്ലേ. അപ്പം അടിച്ചു പൊളിക്കാം. വൈകിയ വേളയിൽ, അത് വൈകിയതാണ് കേട്ടോ, മനഃപൂർവ്വം വൈകിയതാണ്. വൈകിയ വേളയിൽ എന്നോടൊപ്പം ഈ കാർണിവലിൻ്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടി വന്ന KWന്റെ സാരഥികളാണ് റെനിൽ തൊട്ടിങ്ങനെ നീണ്ടു നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് ബോണിൽ പല ആൾക്കാരും ഉണ്ട്. അപ്പം എല്ലാവർക്കും പ്രത്യേകം താങ്ക്സ്. സക്സസ് ആയ സെക്കൻഡ് ഇവിടെ ഈ മൈതാനത്ത് മറ്റൊരു മലയാളിയുടെ ചരിത്രം എഴുതാൻ പോവുകയാണ് KW കാർണിവൽ 2 വേർഷൻ 2. അപ്പം താങ്ക്സ്. ഓക്കെ.
KW കാർണിവലിൻ്റെ ചാനൽ പാർട്ണറാണ് സി മലയാളം. അപ്പോൾ സി മലയാളത്തിനും അതേപോലെ തന്നെ അനീഷ് മരാമറ്റത്തിനും ഈ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഞങ്ങളുടെ KW കാർണിവലിൻ്റെ പ്രോഗ്രാം ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. നന്ദി.